ശ്രീ കെവിൻ പീറ്റർ, ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന കുമളിയിലെ ഒരു സ്ഥാപനം, ഡോവർ വാൾഫർ എന്ന് പറയുന്ന ഇസ്രായേലി വനിത അവിടെ വസ്ത്രം വാങ്ങാൻ എത്തുകയാണ്. അവർ മകളെ വിളിച്ചുകൊണ്ട് ഹീബ്രു ഭാഷയിൽ സംസാരിക്കുകയാണ്. ഇതാണ് പ്രകോപനത്തിനിടയാക്കിയത്. ഈ കശ്മീരി വ്യാപാരിയുടെ പ്രകോപനത്തിനിടയാക്കിയത് ഹീബ്രു ഭാഷയിൽ സംസാരിച്ചതാണ്. കശ്മീരി വ്യാപാരി ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇസ്രായേലിൽ നിന്നാണ് എന്ന് വാൾഫർ മറുപടി പറയുകയാണ്. അപ്പോൾ ഇസ്രായേലി ആയതുകൊണ്ട് ഈ കടയിൽ നിന്നും നിങ്ങൾക്ക് സാധനങ്ങൾ നൽകില്ല. ഒരു തരത്തിൽ ഒരാളുടെ പൗരത്വം പരിഗണിച്ചുകൊണ്ട് ഒരു കച്ചവടക്കാരൻ പെരുമാറുന്ന രീതി, ഇതിനെ നിഷ്കളങ്കമായി നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുമോ? ഇപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹി പറഞ്ഞതുപോലെ അത് രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ രമ്യമായി പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരു വിഷയമാണോ? ഇതിന്റെ മറ്റു മാനങ്ങൾ എന്തെല്ലാമാണ്? ശരിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് പറഞ്ഞു അത് രമ്യമായി പരിഹരിക്കപ്പെട്ടു. എന്താണ് പരിഹരിക്കപ്പെട്ടത്? അവിടെ നിന്നും അദ്ദേഹം വർക്കലയിലേക്കോ കോവളത്തേക്കോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലേക്കോ മാറിയെന്ന് പറഞ്ഞാലും ആളുടെ സ്ഥലം മാറിയെന്നല്ലേ ഉള്ളൂ, ആളുടെ സ്വഭാവം മാറുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ നോക്കണം. കാരണം കശ്മീരിലേക്ക് സഞ്ചാരികൾ ഒഴുകുകയാണ്. കശ്മീർ മാറി, അത് കശ്മീർ പുതിയൊരു കാശ്മീരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ആ പഴയ കാശ്മീരിന്റെ സ്ഥാനത്തേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇസ്രായേലികൾ ഉൾപ്പെടെയുള്ളവർ കാശ്മീർ സന്ദർശിക്കുന്നുണ്ട്. ഞാനും കഴിഞ്ഞ മെയ് മാസം കാശ്മീരിൽ പോയതാണ്. അടുത്ത ഒരുതപ്പെട്ട എല്ലാവിധ പ്ലേസുകളും കറങ്ങി നടന്ന് കണ്ടതാണ്. അവിടെ എന്നോട് ആരും മതമോ രാജ്യമോ ഒന്നും ചോദിച്ചില്ല, ചോദിക്കുന്ന ആരെയും കണ്ടുമില്ല. ഞാൻ അവിടെ കണ്ട ഒത്തിരി ആളുകളോട് എല്ലാം ഞാൻ ഒരേ തരത്തിലെ ചോദ്യങ്ങളും ഞാനും എന്റെ സുഹൃത്തും ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടുത്തെ സാധാരണക്കാരായ കശ്മീരികൾ ഒരാൾ പോലും പഴയ ആ ഒരു നിലയിലേക്ക് തിരിച്ചു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്നോ ആ പഴയ നിലയിലേക്ക് പോകണമെന്നോ അവർ ആഗ്രഹിക്കുന്നില്ല. അതായത് ഞാനൊരാൾ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറുന്നത് മുതൽ തിരിച്ച് ഞാൻ എന്റെ എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരിച്ച് പോരുന്നത് വരെയുള്ള എന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയി ഏകദേശം ഒരു 30 പേർക്ക് എന്റെ കയ്യിലെ പണം എത്തുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയി മറ്റു രീതികളിലും മറ്റാളുകളിലേക്കും പണം എത്തുന്നു. അപ്പം സഞ്ചാരികൾ വന്നതോടുകൂടി അവിടുത്തെ കൊച്ചുകുട്ടികളുടെ കുതിരകളുടെ ഗൈഡായി നടക്കുന്ന കൊച്ചു പിള്ളേർക്ക് പോലും ടിപ്പായിട്ട് പണം കിട്ടുന്നു. എല്ലാവരുടെ കയ്യിലും പണമുണ്ട്. അവർ പഴയ നിലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കുമളിയിലെ കാശ്മീർ ഇങ്ങനെയായി മാറിയത്? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഏറ്റവും നമ്മളെ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് ഓമന പേരിട്ട് വിളിച്ച് നമ്മൾ മുട്ടയും പാലും LED TV എല്ലാം കൊടുത്ത് കാണിച്ച് നമ്മൾ അവരെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആൾക്കാരാണ് കേരളം നേരിടാൻ പോകുന്ന വലിയൊരു ഭീഷണി. കാര്യം സർക്കാരിന്റെ കണക്കൊന്നുമല്ല, അതിന്റെ 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം മാസാം പോലുള്ള സ്ഥലങ്ങളിൽ NRC നടക്കിലാക്കിയപ്പോൾ അവിടുന്ന് പുറന്തള്ളപ്പെട്ട ക്രിമിനലുകൾ ബംഗ്ലാദേശിലേക്കും ബർമയിലേക്കൊന്നും പോകാതെ പോകുന്നത് സുരക്ഷിത താവളമായി കണ്ട കേരളത്തിലേക്കാണ്. അതിൽ ക്രിമിനലുകളുണ്ട്, മാവോയിസ്റ്റുകളുണ്ട്, അതിർത്തി കടന്നു വന്ന ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും ഉള്ളവരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ അവരിവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കശ്മീരിനെ കേന്ദ്ര സർക്കാർ വീണ്ടെടുത്തപ്പോൾ അവിടെ ഇല്ലാതായി വന്ന കശ്മീരികളും കേരളത്തിലേക്ക് കടന്നു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നല്ല കശ്മീരികൾ ഒത്തിരിയുണ്ട്. കേരളം, ഫോർട്ട് കൊച്ചി, ആലപ്പുഴ, വർക്കല, കോവളം, തേക്കടി, കുമളി ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം കശ്മീരികളുണ്ട്. 1980 മുതൽ കോവളത്ത് വന്ന് താമസിക്കുന്ന ഇവിടുത്തെ വോട്ടർ കാർഡും റേഷൻ കാർഡും ആധാർ കാർഡും എല്ലാം ഉള്ള കശ്മീരികൾ ഇവിടെ ഉണ്ട്. അവിടെ 800ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 200ഓളം കടകളുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ വളരെ ധാർഷ്ട്യത്തോടുകൂടി മലയാളികളായ തദ്ദേശീയരോട് പോലും വളരെ ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്ന കശ്മീരികളുണ്ട്. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ സമാനമായ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഇവിടുത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരുമായിട്ടും പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ SDP പോലുള്ള ഇസ്ലാമിക സംഘടനകൾ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതോടുകൂടി അവരെന്ത് തോന്നിവാസം കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നൊരു തോന്നൽ വരുന്നതോടുകൂടി അവൾ ഈ ദാർഷ്ട്യത്തോടെ പെരുമാറുന്നു. ഇപ്പോൾ ഏകോപന സമിതിയുടെ ആൾ പൂർണ്ണമാക്കിയില്ല, അദ്ദേഹത്തിന്റെ സിഗ്നലിന് എന്തോ പ്രശ്നമാണ്. പക്ഷെ ഈ ഇദ്ദേഹത്തെ കുറിച്ച് അവിടുന്ന് നമ്മൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം ഇതേ രീതിയിൽ തന്നെ പലരോടും ഇടപെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന അൽത്താഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ 2 വർഷം മുമ്പ് തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്താണ്. തെളിവുകളുടെ അഭാവത്തിലാണ് പോലീസ് അദ്ദേഹത്തെ വിട്ടയച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടല്ല ഇദ്ദേഹം ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇതിലേക്ക് ഇദ്ദേഹം എത്തിയത്? കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. കശ്മീർ ഇതിപ്പോ
ഇസ്രായേൽ പോരാടുന്നത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദികളോടും ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദികളോടുമാണ്. അല്ലാതെ അവർക്ക് സാധാരണ മുസ്ലിങ്ങളോടോ മറ്റു രാജ്യത്തെ മുസ്ലിങ്ങളോടോ ഒരുവിധ എതിർപ്പുകളുമില്ല. ഇസ്രായേലിൽ പോലും 600ഓളം മോസ്കുകളുണ്ട്. അവിടുത്തെ ഇമാമുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇസ്രായേലി ഗവൺമെന്റ് ആണ്. അവിടുത്തെ രണ്ടാമത്തെ ഹീബ്രു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഷ അറബിയാണ്. അപ്പോൾ അവർക്ക് മറ്റു മുസ്ലിങ്ങളോടൊന്നും യാതൊരു ഇതുമില്ല. അവരുടെ രാജ്യത്തിന്റെ അവരുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കെതിരായി വരുന്ന ഭീകരവാദ സംഘടനകളോട് മാത്രമാണ് എതിർപ്പ്. അതുകൊണ്ടാണ് സധൈര്യം ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ തീവ്ര മുസ്ലിമിനെ നമുക്ക് തിരിച്ചറിയാം. ആ കട ഉടമയെ സാധാരണ ഒരു മനുഷ്യനെ തിരിച്ചറിയാം. അദ്ദേഹം ഒരു തീവ്ര ഇസ്ലാമിക ചിന്ത പുലർത്തുന്ന അല്ലെങ്കിൽ വിശ്വാസിയായ മുസ്ലിമാണെന്ന് തിരിച്ചറിയാം. ആ ഇസ്രായേലിയുടെ മനസ്സിൽ ഒരു ദേഷ്യമോ ഒരു മുസ്ലിങ്ങളോടൊരു ദേഷ്യമോ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്, അവന്റെ തോറയിൽ അതിനെക്കുറിച്ചൊന്നും പറയാത്ത കൊണ്ടാണ് സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി ആ കടയിലേക്ക് ആ ഇസ്രായേലി ദമ്പതികൾ കയറി ചെന്നത് അല്ലെ? അപ്പോൾ എന്താണ് വിളിച്ചു കയറ്റുകയായിരുന്നു ശ്രീ കെവിൻ പീറ്റർ? അതെ അതെ അത് അവരുടെ കച്ചവടത്തിന്റെ ഭാഗമാണ്. അവരുടെ കടകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ ക്ഷണിച്ചകത്തേക്ക് കയറ്റിയതല്ല. പക്ഷെ അവിടെ ഹീബ്രു ആണ് സംസാരിക്കുന്നത് മനസ്സിലായപ്പോൾ, അവർ ഇസ്രായേലിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലായപ്പോൾ അവർ വാങ്ങിയ സാധനം തിരിച്ചു മേടിച്ചു വെക്കുകയും അവരെ കടയിൽ നിന്ന് പുറത്താക്കുകയും കടയുടെ ലൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുണ്ടായത് അല്ലെ? എത്ര അപമാനകരമായ ഇതാണ്. അവർ ഒരു പ്രായമായ ദമ്പതികളായതുകൊണ്ട് പകരം ഇസ്രായേലിൽ നിന്ന് വന്ന ഏതെങ്കിലും ചെറുപ്പക്കാരായിരുന്നു അവരതിനെ തിരിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ?